അതൊരു മുൻപേടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിന്റെ കഥയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവണിച്ചൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? രോഹിയേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഒന്നെങ്കിൽ ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എത്തും. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ആൺകുട്ടിയല്ലേ, പോയാൽ തിരിച്ചു വരും. ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, നിനക്കതൊക്കെ പറയാം. അവൻ എവിടേക്ക് പോയതാ? ആ എറണാകുളത്തേക്ക് ആ ഉരുമ്പെട്ടുകളെ കാണാൻ പോയതല്ലേ? എല്ലാവരും അച്ഛനും മക്കളും ഒക്കെ കണക്കാ. എല്ലാവരും ഒത്തുചേർന്ന് എന്നെ തോൽപ്പിക്കാനുള്ള പരിപാടിയാ. ഒരെണ്ണത്തിന് എങ്ങനെയോ പറഞ്ഞയച്ചപ്പോ അടുത്ത ഒരെണ്ണത്തിന് ഈ വീട്ടിൽ കയറ്റാനുള്ള പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക അവൻ, അല്ലേ? അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? രേവതി ചേച്ചി നല്ല ചേച്ചിയാ. അലിനി ചേച്ചി പോലെ നല്ല സ്വഭാവാ. പിന്നെ ഇപ്പൊ എന്താ? രോഹിയേട്ടന് രേവതി ചേച്ചിനെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ അമ്മയ്ക്ക് കൊറ്റൊന്നും പറയാൻ പറ്റില്ല. രോഹിയേട്ടന്റെ ജീവിതമാണ്. രോഹിയേട്ടന് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് രോഹിയേട്ടനാണ്, അല്ലാതെ അമ്മയല്ല. നിർത്തിരി. ചെറിയ വായിൽ വലിയ വർത്താനം പറയണ്ട. എല്ലാവരും ഒരേപോലെയാ, എനിക്കറിയാം. നിങ്ങളെയൊക്കെ ഇത്ര വളർത്തി വലുതാക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനും എനിക്കറിയാം. നിങ്ങളൊന്നും പെട്ടെന്ന് ആകാശത്ത് പൊട്ടി മുളച്ചതൊന്നല്ലല്ലോ. 10 മാസം വയറ്റിലിട്ട് പ്രസവവേദന നല്ലോണം സഹിച്ചിട്ട് തന്നെ നിങ്ങളെയൊക്കെ പ്രസവിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആവണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട്. എന്നെ ധിക്കരിച്ച് വേറെ എന്തെങ്കിലും ആണ് നിങ്ങളുടെയൊക്കെ പരിപാടിയെങ്കിൽ കൊന്നാളിയോ എല്ലാത്തിനും. മനസ്സിലായോ? വന്ന കൃഷ്ണമോളെ, വെറുതെ അമ്മയോട് തർക്കിച്ചാലേ നമ്മുടെ വായിൽ വെള്ളം വെച്ചു. പിന്നെ നമുക്ക് ദേഷ്യം വരുള്ളൂ. എനിക്കിതൊന്നും കേട്ടോണ്ടിരിക്കാൻ വയ്യ. രോഹിയേട്ടൻ പോയ ഇങ്ങോട്ട് വരും. പറഞ്ഞിട്ടല്ലേ പോയത്? അമ്മയോട് പറഞ്ഞിട്ടില്ലെങ്കിലും അച്ഛനോട് പറഞ്ഞ അനുവാദം മേടിച്ചിട്ടായിരിക്കും രോഹിയേട്ടൻ പോയിട്ടുണ്ടായിരിക്കുക. ഇത്ര ദൂരത്തേക്ക് രോഹിയേട്ടൻ ആരോടും പറയാതെ പോവില്ല. നീ വന്നേ, നമുക്ക് പോയി കിടക്കാം. നിക്കടി അവിടെ. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടാണോ അവൻ പോയത്? അതെ അമ്മ, അതല്ലേ ഇത്ര നേരം പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞിരുന്നു. കടയിൽ പോയിട്ട് അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓ, അപ്പൊ എന്നോട് മാത്രമാണ് പറയാത്തതല്ലേ? അതറിയില്ല. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും കൊനഷ്ട പറയും, അതുകൊണ്ടായിരിക്കാം പറയാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ബബിതയും കൃഷ്ണയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. കുറച്ചു കഴിയുമ്പോഴേക്കും രോഹിത് എത്തുന്നുണ്ട്. രോഹിത്തിന്റെ കൂടെ ബാലചന്ദ്രനും ഉണ്ടായിരുന്നു കേട്ടോ. ബാലചന്ദ്രന്റെ ഒപ്പമാണ് രോഹിത് വരാട്ടോ. ബാലചന്ദ്രൻ ഒന്നും മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറി പോവാൻ നിൽക്കുന്നു. ബാലചന്ദ്രനും കൂടി ഒന്നും മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറി ചെല്ലാൻ നിൽക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാനൊരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് കാണാനില്ലടാ. നീ എപ്പോ ഇവിടുന്ന് പോയതാ കോളേജിലേക്കാന്നും പറഞ്ഞിട്ട് ഇപ്പൊ എത്ര സമയം? 9 മണി. ഇത്ര നേരം നീ എവിടെയായിരുന്നു? എന്താ ഏതാ എന്നറിയാതെ ഇവിടെ ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയൂ? അതെങ്ങനെ? കണ്ടവളന്മാരുടെ പിന്നാലെ പോവാനല്ലേ നിനക്കൊക്കെ സമയം? വീട്ടിൽ ഒരു നുണയും പറഞ്ഞു പോയിട്ട് നീ എവിടെയായിരുന്നു ഇത്ര നേരം? അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ കോളേജിലേക്കാണെന്ന്. ഇല്ലല്ലോ. അമ്മ രാവിലെ ഓഫീസിലേക്ക് പോയി. ഞാൻ ഈ കോളേജിലേക്കാണ് പോയതെന്ന് അമ്മ വിചാരിച്ചു. ഞാൻ ഇവിടെ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. ഞാൻ എറണാകുളത്ത് രേവതി കുട്ടീനെ കാണാൻ പോയതാണ്. ഞാൻ ബബിതോടും കൃഷ്ണയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വന്ന് അവര് അമ്മയോട് പറയുമെന്ന് ഞാൻ കരുതി. അച്ഛനോട് പോയി അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ എന്താ ഇത്ര നേരം നിനക്ക്? നിന്നോട് ആരാ അവളെ കാണാൻ പോകാൻ പറഞ്ഞത്? അവൾ ആരാ നിന്റെ? ഒരെണ്ണത്തിന് എങ്ങനെയോ ഒഴിവാക്കാൻ നോക്കിയപ്പോ അടുത്ത ഒരെണ്ണത്തിനും കൊണ്ട് വരാൻ നിൽക്കുകയാണോ? ആണോടാ? അമ്മയോട് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ നിൽക്കുന്നവരുടെ തലയ്ക്ക് പ്രാന്താവും. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങളൊക്കെ കൂടി എന്താച്ച് കാണിച്ചോ? അച്ഛനൊരു പിഴച്ചവളെ കൊണ്ട് നടക്കുന്നു, മകനിപ്പോ അതാ വേറൊരു പിഴച്ചവളെ കൊണ്ട് നടക്കുന്നു. ഇനി അവള് നിന്റെ കുഞ്ഞായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുവോടാ അവകാശം ചോദിക്കാൻ വേണ്ടിയിട്ട്? അമ്മേ എന്നും പറഞ്ഞ് രോഹിത് ശബ്ദം ഉയർത്താൻ തുടങ്ങിയപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, നിന്റെ വാക്കുകൾ നീ സൂക്ഷിച്ച് സംസാരിക്കണം. സ്വന്തം മക്കളോടാണ് ഇമാതിരി വർത്താനം പറയുന്നത് എന്ന ഓർമ്മ നിനക്ക് വേണം. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഇവരെയൊക്കെ പ്രസവിച്ച് ഇത്രയും വലുതാക്കിയത് ഞാനാണ് വെച്ചാ അവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. കണ്ടവളന്മാരുടെ കൂടെ കറങ്ങാൻ പോകുമ്പോ അവന് അച്ഛന്റെ അമ്മയുടെ ഒന്നും അനുവാദം വേണ്ടേ? ഇവരെയൊക്കെ നോക്കുന്നത് നമ്മളല്ലേ? അപ്പൊ അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് നമ്മളോട് അവര് കാണിക്കണ്ടേ? നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലല്ലോ. അലീനയോ നിങ്ങൾക്ക് ദത്തുപുത്രി, സൽസ്വഭാവി, നല്ലവള്, അതേപോലെ തന്നെ അവളും അവളുടെ കൂടെ വളർന്ന അവളും. എല്ലാരും കയറ്റി താമസിച്ചോ, എന്നിട്ട് ഇതൊരു അനാഥാലയാക്കിക്കോ. അതാകുമ്പോ നിങ്ങൾക്കൊക്കെ സൗകര്യത്തിന് എന്താ ചെയ്യാലോ. നിന്നോടൊക്കെ സംസാരിക്കാൻ വന്നാ എന്നെ പറഞ്ഞാൽ മതി. നിങ്ങളോട് അതിന് ആരാ എന്നോട് സംസാരിക്കാൻ വരാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ എന്റെ മകനോടാ ചോദിക്കുന്നത്. അവൻ വഴിതെറ്റി പോയാൽ അത് തിരുത്തേണ്ട അവകാശം അവന്റെ അമ്മ എന്ന നിലയിൽ എനിക്കുണ്ട്. രേവതിനെ കല്യാണം കഴിക്കാം, അവളുടെ കൂടെ താമസിക്കാം എന്നൊക്കെയാണ് നിന്റെ ഇപ്പത്തെ മോഹമെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല രോഹിത്തെ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിനെ സമ്മതിക്കില്ല. ഒരു പിഴച്ചവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ പുറത്താക്കിയതെന്ന് എനിക്കേ അറിയുള്ളൂ. ഇനി അവളുടെ കൂടെ ജനിച്ചു വളർന്ന ഒരുത്തിയും കൂടി ഇവിടെ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് ഏത്
കുല ഏത് ആൾക്കാർക്ക് എങ്ങനത്തെ ആൾക്കാർക്ക് ജനിച്ചതാന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ. അവളൊക്കെ എങ്ങനത്തെ സ്വഭാവാന്നറിയോ? അവളെയും കെട്ടി സുഖമായിട്ട് ജീവിക്കാനൊന്നും അവളെ കെട്ടി ജീവിക്കാനൊക്കെയുള്ള വ്യാമോഹം വെറുതെ വെച്ച് പുലർത്തണ്ട. അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നിന്നെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എങ്ങനെയൊക്കെ വളർത്തണം, നീ എങ്ങനെ ജീവിക്കണം, ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ്. അത് ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കുള്ളൂ. നിർത്തടി, നീ കുറെ നേരമായല്ലോ സംസാരിച്ചു പോകുന്നത് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ബബിതയും കൃഷ്ണമോളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രോഹിത് പറയുന്നതിന് വേണ്ട അച്ഛ വേണ്ട, അമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അതല്ലല്ലോ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. വെറുതെ അച്ഛനൊന്നും പറയണ്ട. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ് കേട്ടോ. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അച്ഛന്റെ വെയ്യായെങ്കിലും അമ്മയ്ക്കൊന്ന് കണക്കാക്കിക്കൂടെ? ഓ, നിന്റെ അച്ഛന് മാത്രം വെയ്യായുള്ളൂ, അച്ഛന് പൊള്ളാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ മക്കളെ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അധികാരം എനിക്കുണ്ടെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊക്കെ ഇത്രയും വളർത്തി വലുതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വഴിക്ക് പോകുന്നു, തെറ്റായ വഴിക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള അധികാരമൊന്നും എനിക്കില്ലേ? അതല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അത് പ്രശ്നമാണോ? പ്രശ്നമാണ്. നിന്റെ അച്ഛനും അമ്മ എങ്ങനെ വളർത്തിയത്? അവരുടെ അധികാരവും അവരുടെ സമ്മതമൊക്കെ ഉണ്ടായിട്ടാണോ നീ ഒരാളെ കല്യാണത്തിന് മുന്നേ പ്രേമിച്ചതും അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചതും? ആണോടി? അതിന് നിന്റെ കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോൻ സമ്മതിച്ചിട്ടാണോ നീ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചത്? ആണോ? ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗായിരുന്നു കേട്ടോ ആ സമയത്ത് വന്നത്. ആരും എടുത്തടിക്ക് ബാലചന്ദ്രൻ അങ്ങനെ പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ഒറ്റ വാക്കില് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. പറയ്, ഇത്രയും കാലം നീ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഒരു ദിവസം ഈ വീട്ടിൽ കയറി വരാൻ പറ്റൂ? എന്തിനുള്ള പ്രശ്നങ്ങളാണ്? എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ നീ എന്റെ തലയിൽ കയറി നിരങ്ങാനിരിക്കുകയാണോ? അല്ലേ? എന്റെ മക്കൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. അവരിനി ഒരു തെറ്റായ വഴിക്ക് പോവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ മകനെ അങ്ങനെ നല്ല രീതിയിലാക്കി നല്ല നേരെയാക്കിയിട്ട് ആലീന പോയത്. അവനിനി ഒരു തെറ്റായ വഴിയിലേക്ക് പോവില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ മക്കളെ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ സമ്മതം ചോദിച്ചപ്പോൾ പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ എന്ന് സമ്മതം ചോദിച്ചപ്പോൾ ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞത്. ഇനി എന്റെ മക്കളുടെ കാര്യത്തിൽ എങ്ങാനും ഇടപെടാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ എല്ലാ ഭൂതകാലവും എന്താ ചരിത്രവും എനിക്കറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മുകളിലേക്ക് താമസം മാറ്റിയത്. ഇപ്പൊ മനസ്സിലായോ? ആദ്യം അവനവൻ നന്നാവണം. അവനവൻ പതിവ്രതയാണെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും ഒക്കെ അവ പറ്റുള്ളൂ. അതിനൊക്കെ ഒരു മിനിമം യോഗ്യത വേണം. അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. സ്വന്തം ഭർത്താവിനെയും മക്കളെയും വഞ്ചിച്ച് ജീവിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്ത് പതിവ്രതയടി നീ? അലീനേനെയും രേവതിനെയും നീ കുറ്റം പറയുന്നുണ്ടല്ലോ. അവരുടെ അത്ര യോഗ്യതയെങ്കിലും നിനക്കുണ്ടോ? അവരെ ഏതോ ഒരു പിഴച്ചവള് പ്രസവിച്ചു. ആ ഒരു തെറ്റ് അവരിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് അവരുടെ തെറ്റല്ല. അവര് ഈ 23 വർഷം അല്ലെങ്കിൽ ഈ 18 വർഷം ജീവിച്ച ആ ജീവിതത്തിൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നീയോ 23 വർഷം ഒപ്പം ജീവിച്ച ഒരു പുരുഷനെ വഞ്ചിക്കല്ലേ നീ ചെയ്തത്? അല്ലേ? നീ ഏതോ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അത് നീ സ്വന്തം ഭർത്താവായി എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ഭർത്താവായി എനിക്ക് എന്തെങ്കിലും വില നീ തന്നിട്ടുണ്ടോ? എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒന്നും നീ ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടിപ്പോ വർത്തമാനം പറയാൻ വന്നിരിക്കുന്നു അവള്. അച്ഛാ മതി, മതി അച്ഛാ, നിർത്തടാ. പറയാനുള്ളതൊക്കെ പറയട്ടെ. കുറെ കാലായി ഇത് മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും പറയാൻ തുടങ്ങുന്നുണ്ടോ. അപ്പോഴേക്കും വൈജയന്തിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. വൈജയന്തി ചെയ്ത തെറ്റുകള് ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തന്റെ 3 മക്കളുടെ മുന്നിൽ വെച്ച് ബാലചന്ദ്രൻ അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ബാലചന്ദ്രൻ എന്നോ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ തിരിച്ചറിവിലേക്ക് വൈജയന്തി മടങ്ങിയെത്തിക്കൊണ്ടിരിക്കാനുണ്ട്. പക്ഷെ ഒരു ശില പോലെ അനങ്ങാൻ പറ്റാത്ത പോലെ വൈജയന്തി നിന്നുകൊണ്ട് തന്നെ ഇരിക്കാനുട്ടോ. ബാലചന്ദ്രൻ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോകുന്നുണ്ടോ ദേഷ്യത്തില്. രോഹിത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു അച്ഛനെ കൊണ്ട് ഇതൊക്കെ പറയിക്കാൻ? അമ്മയുടെ എല്ലാ ചരിത്രവും അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ 3 പേരും ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇന്നേ വരെ അമ്മയോട് അത് ചോദിക്കാനോ പറയാനോ ഞങ്ങൾ ആരും വന്നിട്ടില്ല. അമ്മയ്ക്ക് പറ്റിയൊരു തെറ്റ് അത്രേ ഞങ്ങൾ അത് വിചാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ക്ഷമിച്ച പോലെ അച്ഛനത് ക്ഷമിക്കാൻ പറ്റില്ല. കാരണം അച്ഛൻ അമ്മയുടെ ഭർത്താവാണ്. ആ ഭർത്താവിനെയാണ് അമ്മ 23 വർഷം വഞ്ചിച്ചതും ചതിച്ചതും ഒക്കെ. ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ വീണ്ടും അച്ഛനെ കുത്തി നോവിക്കാനല്ലേ അമ്മ ശ്രമിച്ചിട്ടുള്ളൂ. അമ്മയുടെ ഭാഗത്ത് ഇത്രയും വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടും എന്നെങ്കിലും അത് മറച്ച് അതിന്റെ ഒരു കുറ്റബോധത്തിലോ പശ്ചാത്താപത്തിലോ അമ്മ ജീവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നും അച്ഛനെ കുത്തി നോവിക്കുക, കുറ്റം പറയുക, അവഗണിക്കുക, അപമാനിക്കുക, അതല്ലാതെ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടായിട്ടുണ്ടോ? അച്ഛനെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ അമ്മ?
അതിന്റെ തിരിച്ചടികൾ അമ്മയ്ക്ക് ഇനി കിട്ടാൻ പോകുന്നത്. ഇതിലൊന്നും അല്ല, ഇതിലും വലിയ തിരിച്ചടി അമ്മയ്ക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. അത് അമ്മ താങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് കയറി പോകുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോളും ബബിതയും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. കാരണം എല്ലാ സത്യങ്ങളും അവർക്ക് 3 പേർക്കും അറിയായിരുന്നു. ഒന്നും പറയാതെ അമ്മ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് ജീവിക്കുകയായിരുന്നു അവര്. പക്ഷേ ഒരു നിമിഷം ബാലചന്ദ്രൻ പൊട്ടിത്തെറിച്ചു പോയി. ബാലചന്ദ്രന്റെ വായിൽ നിന്ന സത്യങ്ങളെല്ലാം വൈജയന്തി മനസ്സിലാക്കുന്നുണ്ട്. തന്റെ മക്കളുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്നു വൈജയന്തിക്ക്. താൻ ചെയ്ത തെറ്റ് എല്ലാവരും മനസ്സിലാക്കി എന്ന ആ കുറ്റബോധം വൈജയന്തിയെ ആ വീട് വിട്ട് ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് കേട്ടോ. ആരോടും പറയാതെ ആ രാത്രി തന്നെ ആ വീട് വിട്ട് ഇറങ്ങാൻ വൈജയന്തി തയ്യാറാവുകയാണ് കേട്ടോ. തനിക്കിനി ഒരു ജീവിതം ഇല്ല. എന്റെ മക്കൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു താനൊരു പിഴച്ചവളാണ് എന്നുള്ളത് തന്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊരു വേദനയോടെ വൈജയന്തി ആ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.